ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ശമനീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഈ വിമലാൻ്റിയെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. ഇനി മേലെ രേവതിയോട് മിണ്ടുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് വരുത്തുകയോ ചെയ്യാനായിട്ട് പാടില്ല. അവളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് അമ്മയെ പറഞ്ഞ് വിലക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിമലാൻ്റിക്ക് വളരെയേറെ സങ്കടം തോന്നുകയാണ്. കാരണം അവരത്രയ്ക്കും സ്നേഹത്തോടു കൂടി തന്നെയാണ് വിമലാൻ്റിയോട് പെരുമാറിയിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ അവരോട് എങ്ങനെ മുഖത്തടിച്ചതുപോലെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയും. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയെയും അതേപോലെ തന്നെ സച്ചിയാണ്. അപ്പം ഇവർ രണ്ടും കൂടി കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം രേവതി പറയുകയാണ്, ദൈവമേ, ആ കൊച്ചു കാരണമാണ് ഞാനിപ്പോൾ ഈ ജീവനോടെ നിൽക്കാനുള്ള കാരണം. അതില്ലായിരുന്നെങ്കിലോ ഞാൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നു സച്ചിയേട്ടാ. അത് പറഞ്ഞ രേവതി, നീ സത്യം തന്നെയാണ്. ആ കൊച്ചു കാരണമാണ് നീ ഇപ്പം ജീവനോടെ ഇരിക്കാനുള്ള കാരണം. അതെ, ഞാൻ ആ കുളത്തിൽ വീണപ്പോൾ കറക്റ്റ് സമയത്ത് വന്ന് സച്ചിയേട്ടനോട് ഈ കാര്യം ആ കൊച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ, അതെ, എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് സച്ചിയേട്ടാ, എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എങ്കിൽ നീ പറ, സച്ചിയേട്ടൻ പറ, നീ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ സച്ചിയേട്ടാ, അതെ, ഞാൻ ആലോചിക്കുവാണേ, ആദിമോനെ നമുക്ക് വളർത്തിയാലോ സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആകെ അന്തം വിട്ടൊരവസ്ഥയിൽ വണ്ടി അവിടെ തന്നെ അങ്ങോട്ട് നിർത്തുകയാണ്. എന്താ സച്ചിയേട്ടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അബദ്ധമായി പോയോ, തെറ്റായി പോയോ സച്ചിയേട്ടാ? ഇല്ല രേവതി, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇപ്പം നീയും പറഞ്ഞത് രേവതി. ആണോ സച്ചിയേട്ടാ? അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സത്യമാണല്ലേ, ഒന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അതേ രേവതി, ദേ ആ കുട്ടിയെ നമുക്ക് വളർത്തിയാലോ എന്ന് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസ്ഥ അറിയാലോ. അതേ സച്ചിയേട്ടാ, അതിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. സ്വന്തം അമ്മയുണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയല്ലേ. ശരി, എങ്കിൽ നമുക്ക് അങ്ങനൊരു കാര്യം ആലോചിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമായിട്ടും ഒരാളോട് നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും പറയാം. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വീട് കാണിക്കുകയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ആദ്യയെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ആദ്യം എങ്ങനെയെങ്കിലും ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം, എന്നിട്ട് ഇവരുടെ മകനായിട്ട് വളർത്തണം. ഇതാണ് രേവതിയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ രേവതി ഇവിടെ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വന്നിട്ട്, എന്താ രേവതി കുട്ടി, രേവതി എന്ത് ഈ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അല്ല സച്ചിയേട്ടാ, ഞാൻ ആദ്യമോനെക്കുറിച്ച് ആലോചിച്ചതാ. അല്ല, അച്ഛനോട് ഈ കാര്യം ചോദിക്കണ്ടേ? ചോദിക്കണം, അച്ഛനോട് ഈ കാര്യം ചോദിക്കണം, എല്ലാവരോടും ചോദിക്കണം അഭിപ്രായങ്ങൾ. പക്ഷേ അമ്മ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ വിമലാൻ്റിയെയും ആദിമോനെയൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അന്ന് തന്നെ ഇവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ആട്ടി പുറത്താക്കുകയല്ല അമ്മ ചെയ്തത്. അതുകൊണ്ട് അമ്മ ഈ കാര്യത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അമ്മയുടെ സമ്മതം നമുക്ക് വേണ്ട രേവതി, അച്ഛൻ്റെ സമ്മതം മാത്രം മതി. അച്ഛൻ എന്താണ് അച്ഛൻ്റെ തീരുമാനം നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്ക് വിമലാൻ്റിയോട് ചോദിക്കണ്ടേ? വിമലാൻ്റിയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കണം സച്ചിയേട്ടാ, വിമലാൻ്റിയോടാണ് നമ്മൾ ആദ്യം അനുവാദം ചോദിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിമലാൻ്റിയെ വിളിക്കുകയാണ്. അപ്പോൾ വിമലാൻ്റിക്ക് ആ ഒരു കോള് വരികയാണ് രേവതിയുടെ. ദൈവം, രേവതിയാണല്ലോ വിളിക്കുന്നത്. പക്ഷേ ശ്രുതി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് വിമലാൻ്റി അവിടെ ആലോചിക്കുന്നത്. ഇനി രേവതിയോട് മിണ്ടാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വിമലാൻ്റി അവിടെ ആലോചിക്കുന്നത്. ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിമലാൻ്റി അവിടെ ഫോൺ എടുത്തില്ല. അപ്പോൾ രേവതി ആണെങ്കിൽ, സച്ചിയേട്ടാ, വിമലാൻ്റി ഫോൺ എടുത്തില്ലല്ലോ, ഇപ്പം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലേ വിമലാൻ്റിയെ വിളിക്കണ്ടായിരുന്നു, ഇനി വിളിക്കണ്ട. ഏതായാലും വിമലാൻ്റി സമ്മതിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വിമലാൻ്റിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നേ, അത് അവരുടെ മുഖത്തൊന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് സുഖമില്ല. മകൻ നല്ല രീതിയിൽ വളർന്ന് വലുതാവണമെന്നും അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ഏതായാലും അച്ഛനോട് അനുവാദം ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ രവി ഇരുന്ന് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. രവി ആണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രേവതി പറയണോ? പറയാന്നേ. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ നേരെ രവിയുടെ അടുത്ത് ചെന്നിട്ട്, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, കുറച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗെയിം ഒന്ന് പൂർത്തിയാക്കട്ടെ. എടാ, ഗെയിം ഇപ്പം തീരും. അച്ഛാ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛൻ പറയാനുള്ളത്. അതിനടക്കം അച്ഛൻ ഗെയിമോ? അച്ഛൻ ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നേ. എടാ സച്ചി, നീ അവിടെ ഇരിക്കുക, എന്നിട്ട് പറ. എന്താണ് അത്? അച്ഛനോട് മാത്രമല്ല, എല്ലാവരോടും കൂടി പറയാനുണ്ട്. എല്ലാവരും കൂടി പറയാനുണ്ടോ? അതെ രേവതി, നീ വിളിച്ച എല്ലാവരെയും, അത് പിന്നെ വർഷേ, അമ്മേ, എല്ലാവരും കൂടെ വന്നണ്ടേ, സുധി, ശ്രീകാന്ത്, എല്ലാവരും കൂടി വന്ന് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി വിളിക്കുക. അങ്ങനെ എല്ലാവരും വരികയാണ്. അപ്പോൾ സുധിയും വരികയാണ്, വർഷയും വരികയാണ്, ശ്രീകാന്തും അപ്പം അമ്മ വന്നിട്ട് ചോദിക്കണം, എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയാനുണ്ട്, ചില കാര്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നൊക്കെ സച്ചി പറയാം. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ശ്രുതി വന്നില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ വന്നിട്ടില്ല എന്നിങ്ങനെ പറയാം.
അങ്ങനെ പറഞ്ഞ് എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ അച്ഛാ, ഇന്നേ ഞങ്ങൾ ഒരിടം വരെ പോയായിരുന്നു, വിമലാനിയുടെ വീട്ടിലേക്ക്. അറിയില്ലേ അന്നിവിടെ വന്നത്? അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ആദിമോൻ്റെ പിറന്നാളാഘോഷമായിരുന്നെന്ന്. അത് ഞങ്ങൾ സർപ്രൈസായിട്ടാണ് ചെന്നത്. പക്ഷേ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴും സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി. അറിയാലോ, അച്ഛനമ്മയില്ലാത്ത കുട്ടിയാണെന്ന് അച്ഛനും അറിയാലോ. അതെ, ആ കുട്ടിക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ലല്ലോ. പക്ഷെ അച്ഛാ, അതൊരു തെറ്റായ വാർത്തയാണ്. ആ കുട്ടിക്ക് അമ്മയുണ്ട് എന്ന് പറയുക. അപ്പോഴാണ് ശ്രുതിയുടെ വരവ്. അപ്പോൾ ആദ്യയെക്കുറിച്ചുള്ള വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവരെന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി തന്നെ. അപ്പോൾ എടുത്ത വായിക്കും നമ്മുടെ രവി ചോദിക്കണേ, അമ്മയുണ്ടെന്നോ? അതെ അച്ഛാ, അമ്മയുണ്ട്. ആ കുട്ടിക്ക് ഒരു ആൻറ്റിയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ആ കുട്ടിയുടെ ആൻറ്റി അല്ല അത് ആ കുട്ടിയുടെ സ്വന്തം അമ്മയാണ്. സ്വന്തം അമ്മയാണെന്നോ? അതെ അച്ഛാ, ഇന്നാണ് വിമലാൻറ്റി ഞങ്ങളോട് സത്യങ്ങൾ മുഴുവനും പറയുന്നത്. എന്തിനാ അവർ നിങ്ങളുടെ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത്? അതെന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവരൊരു ഭാഷ പെശക് കുടുംബമാണെന്ന്. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഒന്നും മിണ്ടാതിരി. അവർ ഭാഷ പെശകുള്ള കുടുംബമൊന്നും അല്ല അച്ഛാ. വിമലാൻറ്റി ഒരു നല്ല സ്ത്രീയാണ്, ഒരു പാവമാണ് അച്ഛാ എന്നൊക്കെ സച്ചി പറയാണ്. എടാ, പിന്നെ എന്തിനാണ് അവരിത് മറച്ചു വെച്ചത്? അത് അവരിപ്പോൾ ആ സ്ത്രീ ഇപ്പോൾ ദുബായിലാണല്ലോ. അവർക്ക് സ്വന്തം മകനാണെന്ന് പറയാനായിട്ട് നാണക്കേടാണ്. സ്വന്തം മകനല്ല, ആൻറ്റിയാണ് ആ കൊച്ചിൻ്റെ എന്നൊക്കെ പറയാൻ ഈ വിമലാൻറ്റിയെ ആ സ്ത്രീ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്പടാ, കൊള്ളാലോ, അതെന്തൊരു സ്ത്രീയാണ്, അവരൊരു അമ്മയാണ്. അപ്പോൾ വർഷ ശ്രീകാന്തൊക്കെ ആണെങ്കിലും അതെ അതെ, അങ്ങനെ അമ്മയ്ക്ക് മക്കളെ മാറ്റി നിർത്താനായിട്ട് പറ്റുമോ? അമ്മയ്ക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പറ്റും. അങ്ങനെ ഉപേക്ഷിക്കുന്ന അമ്മമാരും ഉണ്ട് ഈ വീട്ടിൽ. അങ്ങനെ തന്നെയാണല്ലോ. എന്നെ ഉപേക്ഷിച്ചതാണല്ലോ. എനിക്കതിൻ്റെ വേദന മനസ്സിലാവും. ഒരമ്മയുടെ നെഞ്ചിലെ ചൂടും സ്നേഹമൊക്കെ കിട്ടി വളരാത്ത മകൻ്റെ ആ ഒരു വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാവും. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് ശരിക്കും കൊണ്ടു. ശ്രുതിക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കൊക്കെ സങ്കടം തോന്നുകയാണ്. എടാ, ഇപ്പം എന്ത് ചെയ്യാനാടാ? ആ സ്ത്രീ അങ്ങനെയായി പോയല്ലോ. എന്നാലും സ്വന്തം മകനെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ദുബായിലാണല്ലോ അവർ. ഇപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അവർ ദുബായിലേ വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും സ്വന്തം മകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് വളർത്തുന്നത്. അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോഴേക്കും വർഷയാണെങ്കിൽ പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ അവർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. പ്രസവിച്ച സ്ത്രീയാണെന്ന് പറയാൻ വേണ്ടി അവർക്ക് നാണക്കേടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാത്തിൽ നിന്നും ഈ കുട്ടിയെ മറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ നാട്ടിലേക്ക് വരാത്തതും. ഇവരെന്തൊരു സ്ത്രീയാണാവോ? ഇതൊക്കെ ഇങ്ങനെ കേട്ടു നിന്ന നമ്മുടെ ശ്രുതിയുടെ ചങ്ക് കിടന്ന് പെട്ടയ്ക്കാണ്. പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത് മുഴുവനും, സ്വന്തം മകനെക്കുറിച്ചും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതെ അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എന്തൊരു സ്ത്രീയാണാവോ. അപ്പോഴേക്കും അച്ഛാ, ഇപ്പം ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അച്ഛാ. തീരുമാനമോ? എന്തു തീരുമാനം എടുത്തിരിക്കുന്നു? അത് പിന്നെ അച്ഛാ, ഞാനും രേവതിയും ആ കുട്ടിയെ വളർത്തിയാലോ എന്നുള്ളൊരു ചിന്തയുണ്ട് അച്ഛാ ഞങ്ങൾക്ക്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവുക. ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ്. എടാ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കാണ്. അതെ അച്ഛാ, ആ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു അച്ഛാ. അച്ഛനും അമ്മയും ഇല്ലാത്തൊരവസ്ഥ. വിമലാൻറ്റിക്കാണെങ്കിൽ സുഖമില്ലല്ലോ. ഇനി എത്ര നാൾ വിമലാൻറ്റിക്ക് ആ കുട്ടിയെ വളർത്താനായിട്ട് സാധിക്കും? അതുകൊണ്ട് അച്ഛാ, ഞങ്ങൾ ആ കുട്ടിയെ വളർത്തിയാലൊന്ന് ആലോചിക്കുകയാണ്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ്. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ആ കുട്ടിയെ ഇവിടെ കൊണ്ടൊന്ന് വളർത്താനോ? ഇതെൻ്റെ വീടാണ്. ഞാൻ ആ കുട്ടിയെ ഇവിടെ കൊണ്ടൊന്ന് വളർത്താനായിട്ട് സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അവരെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. പിന്നെയാണ് അവരിവിടെ കൊണ്ടൊന്ന് താമസിക്കുന്നത്. അതെ, നിങ്ങൾക്ക് അവരോട് ആ കുട്ടിയോട് വല്ല സഹതാപം ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുക. അല്ലാതെ കണ്ടവരെയൊക്കെ ഈ വീട്ടിൽ കൊണ്ടൊന്നും വിളിച്ച് താമസിപ്പിച്ചിട്ട് ഇവിടെ കുടുംബത്തിൽ സമാധാനം കളയണം. അല്ലെങ്കിലേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചിലവരൊക്കെ ഉണ്ട് ഇവിടെ. അമ്മ എന്നെ ഉദ്ദേശിച്ചിട്ടാണല്ലേ അമ്മേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഇങ്ങനെ പറയാ. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിലും നിന്നെ ഉദ്ദേശിച്ച് മാത്രമല്ല രേവതി, എന്നെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അതെ, എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചിനെ ഇവിടെ വെച്ച് താമസിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ചന്ദ്ര പറയാണ്. അതിനിത് അമ്മയുടെ വീട് മാത്രമല്ലല്ലോ, ഇത് അച്ഛൻ്റെ കൂടെ വീടല്ലേ. അച്ഛന് അവകാശമുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, ഇവിടെ എൻ്റെ തീരുമാനമാണ്. പിന്നെ ചെറുതിലെ ശ്രീകാന്തേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു നായ്ക്കുട്ടിയെ കൊണ്ടുവന്നു ഇവിടെ വളർത്താമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? ആ നായ്ക്കുട്ടിയെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കി. ഒരു നായ്ക്കുട്ടിയെ പോലും വളർത്താനായിട്ട് ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല.
പിന്നെയാണ് എവിടെങ്ങാണ്ടും കിടന്ന ഒരു കുട്ടി, ആരാണ്ടിനും ജനിച്ച ഒരു കുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതൊന്നും ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ശ്രുതിയും പറയാണ്, അത് ശരിയാ, ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, ആ കുട്ടി ഇവിടെ വന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം ആൻറ്റി? രേവതി ചേച്ചിയും സച്ചിയേട്ടനും ഒരു തീരുമാനം എടുത്ത നല്ല തീരുമാനമല്ലേ? ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കുന്നു പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയല്ലേ? അതെ രേവതി ചേച്ചി, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ ഞാൻ കട്ട സപ്പോർട്ടാണ്. അപ്പോൾ ശ്രീകാന്തും പറയണം, അതെ കട്ട സപ്പോർട്ട് തന്നെയാണ് ഞാനും. എടാ ശ്രീകാന്ത് മിണ്ടാതിരിക്കടാ എന്ന് ചന്ദ്ര പറയാണ്. ഇവിടെ ഞാനൊരു കുട്ടിയെ കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ല. നിങ്ങൾക്ക് മാത്രമാണല്ലോ ഇത്ര പ്രശ്നം, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരിക. അപ്പോൾ ശ്രുതി വന്നിട്ട് എന്താ 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 ആൻറ്റി ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ നമ്മുടെ ശ്രുതി പറയാണ്, അന്ന് ഇവിടെ ഒരു വിമല എന്ന് പറഞ്ഞൊരു ആൻറ്റിയും പിന്നെ ആദ്യം എന്ന് പറഞ്ഞൊരു ചെറുക്കനും വന്നായിരുന്നില്ലേ, ആ ചെറുക്കനെ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുക സച്ചിയും രേവതിയും കൂടി. അവരെ വളർത്താമെന്ന്, ആ കുട്ടിയെ വളർത്താമെന്ന് ഇവിടെ. ഞങ്ങളതിനൊന്നും സമ്മതിച്ചിട്ടില്ല ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് ഞാനും. ഒരിക്കലും സമ്മതിക്കരുത് ആൻറ്റി, ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ കലിയും വരികയാണ്. അപ്പോൾ എന്താ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യമില്ലല്ലോ, പിന്നെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എവിടെങ്ങാണ്ട് കിടന്ന പിള്ളേരെയൊക്കെ കൊണ്ടുവരാമെന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് ചന്ദ്ര പറയാം. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അല്ലെങ്കിലും എന്തിന് കൊണ്ടുവരുന്നു? ഇതൊക്കെ എങ്ങനെയുടെ അമ്മ ദുബായിലെന്നല്ലേ പറയുന്നത്? ദുബായിൽ ഏത് തരക്കാരിയാണാവോ, എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് ആർക്കറിയാം. ഇത് കേട്ട രവിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? നീ എന്തുദ്ദേശത്തിലാണ് എങ്ങനെ ജീവിക്കുന്നത്? അച്ഛാ, അതൊക്കെ കുടുംബത്തിൽ പറയാൻ പറ്റാത്ത കാര്യമാണ് അച്ഛാ. ഇത് കേട്ട ശ്രുതിക്ക് കാലി വരികയാണ്. നിർത്ത് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വർത്തമാനം. എല്ലാവരും ഞെട്ടിപ്പോവാണ്. സച്ചിയും രേവതിയുമാകെ അന്തം വിട്ട് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.